വീഡിയോയിൽ പോലെ നമ്മൾ കുട്ടികൾക്ക് ഒരിക്കലും ഫുഡ് കൊടുക്കരുത്. കുട്ടികൾക്ക് അതായത് ശിശു ആയിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 6 മാസം അമ്മയുടെ പാല് മാത്രമാണ് കൊടുക്കേണ്ടത്. ആയുർവേദത്തിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. 6 മാസം കംപ്ലീറ്റ് അമ്മയുടെ പാല്. അതിനുശേഷം നമുക്ക് ഫലപ്രാശന അല്ലെങ്കിൽ അന്നപ്രാശന സ്റ്റാർട്ട് ചെയ്യാം. ഫലപ്രാശന എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് പൾപ്പായിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ കൊടുക്കുന്നതാണ് ഫലപ്രാശന. അന്നപ്രാശന നമ്മുടെ സാധാ ചോറ് അതായത് നല്ല സ്മൂത്ത് ആയിട്ട് വേവിച്ച് കൊടുക്കുന്നതാണ് അന്നപ്രാശന. അതിനുശേഷം ഒരു 8 മാസത്തിനൊക്കെ ശേഷമാണ് കുറച്ചും കൂടെ സോളിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുത്തു തുടങ്ങേണ്ടത്. അപ്പോഴാണ് കുട്ടിക്ക് ചെറുതായിട്ട് പല്ലൊക്കെ വന്ന് തുടങ്ങി ചവയ്ക്കാനായിട്ട് വന്ന് തുടങ്ങുള്ളൂ. സോ നമ്മള് അതിനു മുമ്പേ അല്ലെങ്കിൽ അതിലും സോളിഡ് ആയിട്ടുള്ള ഫുഡ് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് അത് ഡൈജസ്റ്റ് ആവാനോ അത് ചവച്ചേർക്കാനോ ഉള്ള ശേഷി ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് പലപ്പോഴും കുട്ടികൾക്ക് ആസ്പിറേഷൻ വന്ന് തൊണ്ടയിൽ കുടുങ്ങി പോകുന്നത് അല്ലെങ്കിൽ അത് ലങ്സിലേക്ക് പോകുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഇതുപോലെ ഒരു കുട്ടിക്ക് സംഭവിച്ചത് നമ്മുടെ നാട്ടില്. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പാനിക് ആവാതെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിയെ നമ്മൾ വേഗം കമത്തിക്കെടുത്താൽ നമ്മുടെ കയ്യിൽ കമത്തിക്കെടുത്തിട്ട് കുട്ടിയുടെ തലഭാഗം നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് കുട്ടിയുടെ 2 ഷോൾഡറും വരുന്ന ആ ഒരു ബാക്ക് റീജിയനിൽ നന്നായിട്ട് നമ്മൾ ത്രസ്റ്റ് കൊടുക്കുക. അതായത് നന്നായിട്ട് അടിക്കുക. ആ ഒരു ഭാഗത്ത് നല്ല പ്രഷറിൽ അടിക്കുക. അപ്പൊ ആ ഒരു പ്രഷറിൽ അവിടെ തൊണ്ടയിൽ കുടുങ്ങി കിടന്നിരുന്ന എന്ത് വസ്തുവാണെങ്കിലും അത് പോകും. അതിനുശേഷം കുട്ടിക്ക് ബോധം വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കിടത്തിയിട്ട് നമ്മുടെ നെഞ്ചിന്റെ അവിടെയായിട്ട് ഈ 2 വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് ഡീപ്പായിട്ട് CPR കൊടുക്കുക. സോ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരുവിധം ആ കുട്ടി ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഒരിക്കലും ആ കണ്ടീഷനിൽ നമ്മൾ പാനിക് ആവരുത്. കാരണം നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തുക.